ദൈവവിളി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. അതൊരു വിസ്മയനീയ രഹസ്യവുമാണ്. അന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും ആ ഹോസ്റ്റലിലെ ചാപ്പലിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് പരിശുദ്ധ കുർബാനയാണ്. പല സന്ദർഭങ്ങളിൽ നീ ഒരു സിസ്റ്റർ ആകുമെന്ന് പറഞ്ഞതും ഇതെല്ലാം കൂടെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞു. എന്തൊരു വിസ്മയനീയ കാര്യമാണതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാൻ ഓർക്കുകയല്ല, ഞാൻ ചിന്തിക്കുകയല്ല, ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം എൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞു. അവിടെ നിന്ന് പാളയത്തെ പള്ളിയിലെ ഇടയ്ക്ക് ഇൻ്റർവെൽ കിട്ടുമ്പോഴെല്ലാം പാളയത്ത് പോയി പള്ളിയിലെ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ക്രിസ്തുവിൽ സമർപ്പിതമായ സന്യസ്ത ജീവിതത്തിൻ്റെ നേർസാക്ഷ്യം. സിസ്റ്റർ നമിത SIC, വിശേഷണങ്ങൾക്കതീതമായ പ്രതിഭാധനയായ സന്യാസിനി. കൗമാരകാലത്ത് കാതിൽ കേട്ട ക്രിസ്തുവിൻ്റെ ശബ്ദം പിന്തുടർന്ന് കർത്താവിൻ്റെ മണവാട്ടിയായി മാറിയ സന്യസ്ത. ക്രിസ്തുവിൽ സമർപ്പിതമായ സന്യസ്ത ജീവിതത്തിൻ്റെ നേർസാക്ഷ്യമായി മാറിയ സിസ്റ്റർ നമിത SIC ജീവിതം പറയുകയാണ്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വരുന്ന മനുഷ്യരെല്ലാം വിശുദ്ധരുടെയൊക്കെ കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പ്രാർത്ഥിക്കുന്നു, കരയുന്നു ഒക്കെ. പക്ഷേ ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ ആരും ഒന്ന് മുട്ടുമടക്കാൻ, അവൻ്റെ മുന്നിൽ വന്നിരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. എനിക്കിത് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ആ ദേവാലയത്തിലേക്ക് കയറി വന്നപ്പോൾ പള്ളി നിറയെ ആളുകൾ മുട്ടുകുത്തി നിൽക്കുന്നു. മുന്നിലേക്ക് നോക്കിയപ്പോൾ മനോഹരമായി അലങ്കരിച്ച അൾത്താരയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ചേക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ആദ്യത്തെ അനുഭവമാണ് കുർബാന പരസ്യമായ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെക്കുന്നതിൽ പങ്കെടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? നേരെ മുന്നിൽ പോയി കൊച്ചു പിള്ളേരുടെ കൂടെ മുട്ടുകുത്തിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങേക്കിപ്പോൾ എന്ത് സന്തോഷമായി കാണുമല്ലേ, ഇത്രയും മക്കൾ അങ്ങയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു, മനോഹരമായി അലങ്കരിച്ച അൾത്താരയിൽ അങ്ങേ എഴുന്നള്ളിച്ചു വെച്ചേക്കുന്നു, അങ്ങേക്ക് എത്ര സന്തോഷമായി കാണും എന്ന് പറഞ്ഞ ഉടനെ ഈശോ എന്നോട് പറയാണ്, എൻ്റെ മോളെ, ഞാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ അൾത്താരയിലോ സക്രാരികളിലോ വസിക്കാനല്ല. നിന്റെ ഹൃദയം എനിക്ക് തരില്ലേ? മനുഷ്യ ഹൃദയങ്ങളാകുന്ന സക്രാരികളെ എനിക്കായി ഒരുക്കാൻ നീ വരില്ലേ? ഹൈന്ദവ പാരമ്പര്യ പശ്ചാത്തല പൈതൃകങ്ങളിൽ നിന്നും മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിലും പ്രേഷിത പ്രവർത്തനങ്ങളിലും ആകൃഷ്ടയായി ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിൻ്റെ നാലാഞ്ചിറ പ്രോവിൻസിൽ അംഗമായി തീർന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ജീവിതം തുടരുന്ന സിസ്റ്റർ നമിത SICയുടെ ജീവിതം അനേകർക്ക് ഒരു പാഠപുസ്തകമാണ്. അപ്പോൾ എൻ്റെ ദൈവവിളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആദ്യം എന്നെ വിളിച്ചത് എൻ്റെ രണ്ടാം വരവിന് വഴിയൊരുക്കാൻ നീ വരില്ലേ? അത് കഴിഞ്ഞ് എൻ്റെ വചനം പഠിപ്പിക്കാൻ നീ വരില്ലേ? മൂന്നാമത്, നിൻ്റെ ഹൃദയം എനിക്ക് തരില്ലേ? മനുഷ്യ ഹൃദയങ്ങളാകുന്ന സക്രാരികളെ എനിക്കായി ഒരുക്കാൻ നീ വരില്ലേ? ഇത് ഈശോ പറഞ്ഞപ്പോഴും എനിക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും അനുഭവങ്ങളുണ്ടായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോകസുഖത്തിന് പിന്നാലെ ഒന്നും ആഗ്രഹിച്ചു പോകുന്ന ആളല്ലായിരുന്നു. എങ്കിലും എനിക്ക് സന്യാസത്തിലേക്ക് പോവുക എന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ നോക്കണം, അങ്ങനെ പല ഉത്തരവാദിത്വങ്ങളും. അവസാനം ചുരുക്കി പറഞ്ഞാൽ
എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു മഠത്തിൽ പോകാം. അപ്പോൾ അടുത്ത് സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സാണ്, SH സിസ്റ്റേഴ്സാണല്ലോ ഞങ്ങളുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. SHൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അവരോട് പറഞ്ഞു ഞാൻ SHലാണ് വരുന്നതെന്ന്. പക്ഷെ കർത്താവ് എന്നോട് പറയാൻ തുടങ്ങി, മലങ്കര സഭ വിട്ട് നീ പോകരുത്, നിന്നെ എനിക്ക് വേണ്ടത് മലങ്കര സഭയിലാണ്, മലങ്കര കത്തോലിക്ക സഭയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, SH സിസ്റ്റേഴ്സും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാനും അങ്ങനെ ചെയ്തോളാം. കർത്താവ് അതിനെ അനുവദിച്ചില്ല എന്നെ. എന്നാൽ ഞാൻ വിചാരിച്ചു, എന്നാൽ മേരി മക്കൾ സന്യാസിനി സമൂഹത്തിലേക്ക് പോകാം. അവിടെയും പോയി നോക്കി. പക്ഷേ എൻ്റെ അന്തരംഗം സംതൃപ്തമാകുന്നില്ല, കർത്താവ് എന്നെ അനുവദിക്കുന്നുമില്ല. ഞാൻ ബഥനി ഹോസ്റ്റലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് പരിചയമുള്ളത്. ബഥനിയിലെ സിസ്റ്റേഴ്സിനെയാണ്, SHകാരെയും പരിചയമുണ്ട്, മദർ ബാസിമിനെ പ്രത്യേകിച്ച്. എന്നിട്ടും എനിക്ക് ബഥനിയിൽ ചേരാൻ തോന്നുന്നില്ല. അതിന് പ്രധാനമായ ഒരു കാര്യം എന്തെന്നറിയാമോ? SHകാരും DM-കാരുമൊക്കെ ഈ വെയിൽ കെട്ടുന്ന ക്രൗൺ പോലെയാണ്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇങ്ങനെയാണ് കെട്ടുന്നത്, കംപ്ലീറ്റ് മുടിയെല്ലാം കവർ ചെയ്ത്. ഇതെനിക്കിഷ്ടപ്പെട്ടില്ല, അതാണ് കാരണം. പക്ഷേ ദൈവം എന്നെ അനുവദിച്ചില്ല. ഭയങ്കര സംഘർഷമായി എനിക്ക്. അവസാനം ഞാൻ ബഥനിയിൽ പോകാൻ തീരുമാനിച്ചു. ഇതിനിടയിലൊക്കെ ഉണ്ടല്ലോ, എനിക്കെന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. എന്ത് ചെയ്യണം? വീട്ടിലാരെങ്കിലും ഉണ്ടോ എനിക്ക് സഹായത്തിന്? ഞാൻ എവിടെല്ലാം ഗൈഡൻസിന് വേണ്ടി ഓടി നടന്നിട്ടുണ്ടെന്നറിയാമോ? ഒരിടത്തുനിന്നും കിട്ടത്തില്ല അതിനുള്ള ആ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം. അങ്ങനെ ഒത്തിരി വിഷമിച്ചു. അവസാനം ഒരു ദിവസം ഞാൻ നാലാഞ്ചിറയിലെ ബഥനി പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മദർ പ്രൊവിൻഷ്യലിനെ കാണണം. അപ്പോൾ മദർ പ്രൊവിൻഷ്യൽ വന്നു. മദർ പ്രൊവിൻഷ്യൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മദറിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, മദറെ എനിക്ക് മദറിനോട് സംസാരിക്കണം. അങ്ങനെ മദർ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ മദറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നോട് തമ്പുരാൻ പറയുന്ന, എന്നെ അവിടെ നിന്ന് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഇതെല്ലാം മദറിനോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ മദർ റഹ്മാസ് എന്നാണ് മദറിൻ്റെ പേര്. ഇപ്പോഴും 90 വയസ്സ് കഴിഞ്ഞ് മദർ ജീവിക്കുന്നു, മദർ റഹ്മാസ്. പക്ഷെ മദറിന് നല്ല ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ ഈ മദർ, ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവം പറയുന്ന എല്ലാം മദറിനോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വേറെ ഏതെങ്കിലും മദർമാരായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളും കൊണ്ട് പൊയ്ക്കോ എന്ന് പറയുമായിരുന്നു. സന്യാസ ജീവിതം അതല്ല. പക്ഷെ മദർ എന്നോട് പറഞ്ഞ എന്തെന്നറിയാമോ? കുഞ്ഞേ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവം എല്ലാം ചെയ്യട്ടെ, കുഞ്ഞ് ഞങ്ങളുടേതാണ്, ഇങ്ങ് പോരുക. ആ ഒരു വലിയ സ്വാഗതം, മദറിൻ്റെ ആ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു. ആദ്യം ഞാനൊരു 2-3 മാസം സഹോദരങ്ങളോട് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് മടത്തി വരുമായിരുന്നു. വൈകുന്നേരം തിരിച്ചു പോകും. പിന്നെ അവസാനം അവരെയും വിട്ടിട്ട് ഇറങ്ങുന്ന രംഗമൊക്കെ ഓർക്കുമ്പോൾ, ഞാൻ മടത്തി പോകുന്നെന്ന് കേട്ടപ്പോൾ ആകെ പ്രശ്നമായി. വീട്ടിലെല്ലാം ബന്ധുക്കൾ പ്രശ്നം, സഹോദരങ്ങൾ പ്രശ്നം, എല്ലാം ആർക്കും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് പിന്തിരിയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ സന്യാസത്തിലേക്ക് വരുന്നത്. മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചും തിരുസഭയുടെ അടിസ്ഥാനത്തെയും കൂദാശകളെക്കുറിച്ചും ആരാധനാ ജീവിതം, ധ്യാനം, കൂദാശ സ്വീകരണങ്ങളുടെ ഒരുക്കം തുടങ്ങി നിരവധിയായ സഭാ വിഷയങ്ങളിൽ അധിഷ്ഠിതമായ 30ഓളം ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് സിസ്റ്റർ നമിത SIC. സന്യാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ 4 MA കഴിഞ്ഞിട്ടാണ് ഞാൻ മടത്തി വരുന്നത്. 4ാമത്തെ പൂർത്തിയാക്കിയില്ലെന്നേ ഉള്ളൂ. എൻ്റെ കൂടെ ഉള്ളത് കൊച്ചു 10ാം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. ആ പരിശീലന ഘട്ടമെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു പല വിധത്തിൽ. പക്ഷേ
ദൈവം എനിക്ക് ഒരു ബോധ്യം തരുമായിരുന്നു, എന്നെ എളിമ അഭ്യസിപ്പിക്കാൻ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ രൂപപ്പെടുത്താൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നതാണ്. എന്തായാലും സന്യാസ ജീവിതത്തിൻ്റെ പരിശീലനം മുന്നോട്ട് പോയി. ഇതിനിടയിൽ വീട്ടിലെ പ്രശ്നങ്ങൾ പലതുണ്ടായി, പല പ്രശ്നങ്ങൾ. ഒരു ദിവസം എന്നോട് മദർ വീട്ടിൽ പോയി സഹോദരങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഞാൻ സംഭവം മുഴുവൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുകയാണ്. ഞാൻ അവരുടെ മുന്നിൽ നിന്നാൽ കരഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ഞാൻ അവിടുന്ന് ഇറങ്ങി. അവർ നിർബന്ധിച്ചിട്ടും നിന്നില്ല. അടുപ്പത്ത് തീ കത്തിച്ചിട്ടില്ല. അന്നവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇളയ സഹോദരൻ കുഞ്ഞാങ്ങളാ വിശന്ന് കിടന്ന് ഉറങ്ങുകയാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ അവരുടെ മുന്നിൽ ഒന്നും കാണിക്കാതെ പുറത്തിറങ്ങി ഞാൻ തിരിച്ചു പോരുമ്പോൾ വഴിയെ ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ വെറുതെ ഇറങ്ങി വന്നതല്ല, എന്നെ കർത്താവെ നീയാണ് വിളിച്ചുകൊണ്ട് വന്നത്. അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നെങ്കിൽ കൊന്നോളാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. ഞാൻ പോയിട്ട് മദറിനോട് ചെന്ന് പറഞ്ഞു, മദറെ എനിക്ക് 500 രൂപ തരുമോ? എന്തിനെന്ന് പോലും ചോദിക്കാതെ മദർ ആ പൈസ എനിക്ക് തന്നു. എന്നിട്ട് ഞാൻ ഇളയ സഹോദരനെ വിളിച്ച് അവന് കൊടുത്തിട്ട് പറഞ്ഞു, പോയി അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, മേലിൽ അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല. പ്രിയമുള്ളവരെ, ഒരാഴ്ചക്കകം എൻ്റെ കർത്താവ് അവന് ജോലി കൊടുത്തു. RCCയിൽ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ എൻജിനീയറിംഗ് സെക്ഷനിൽ. അവനെ ആദ്യം ഞാൻ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഡിപ്ലോമ പഠിപ്പിച്ചാണ് ഞാൻ മടത്തി പോരുന്നത്. പക്ഷേ അവൻ അത് വെച്ച് തന്നെ ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ ഒരാഴ്ചക്കകം ജോലി. ദൈവത്തിൻ്റെ ഇടപെടൽ നോക്കുക. അവർ പിന്നെ തീർച്ചയായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒത്തിരി കടമ്പകൾ കടന്നാണ് ഞാനൊരു സന്യാസിനിയാകുന്നത്. ധ്യാന ശുശ്രൂഷകളിലെ നിരന്തര സാന്നിധ്യമായ പ്രഭാഷക, അധ്യാപിക, കഴിഞ്ഞ 26 വർഷങ്ങളായി നാലാഞ്ചിറ മാർ ഈവാനിയോസ് ധ്യാനനികേതൻ മിസിയോളജിക്കൽ തിയോളജിക്കൽ സെൻറ്റർ ഡയറക്ടർ എന്നീ നിലയിലും അനുപമമായ കർത്തൃ ശുശ്രൂഷകളിൽ സജീവമാണ് സിസ്റ്റർ നമിത SIC. ഞാൻ സിസ്റ്ററായി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ തിയോളജി പഠിക്കാനായിട്ട് വിട്ടു. അങ്ങനെ ദൈവശാസ്ത്രം പഠിക്കാൻ ദൈവം തമ്പുരാൻ എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ദൈവശാസ്ത്ര പഠനത്തിലെ പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ബൈബിളും ഉപനിഷത്തും കൂടെയുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ആൻഡ് ഏർലി ഉപനിഷത്സ്, ഇവ രണ്ടും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ 2 ഉപനിഷത്തുകളിലും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെയും മിഷണറി ദർശനമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഡോക്ടറേറ്റിൻ്റെ പ്രബന്ധം എ ന്യൂ പാരഡൈം ഫോർ ഇവാഞ്ചലൈസേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് മിഷൻ ഇൻ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ആൻഡ് ദി ഏർലി ഉപനിഷത്സ് വളരെ വിജയകരമായി ഡോക്ടറേറ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചു. എൻ്റെ ഡോക്ടറേറ്റ് ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എൻ്റെ ലൈസൻഷ്യേറ്റും ഡോക്ടറേറ്റും പൂർത്തിയാക്കിയത്. എൻ്റെ ഡോക്ടറേറ്റ് പഠനത്തിനിടയിൽ എൻ്റെ പ്രൊഫസേഴ്സ് തന്നെ റോമിലും ഹോളി ലാൻഡിലും എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് 1 വർഷം ഈ 2 സ്ഥലങ്ങളിലും താമസിച്ച് റിസർച്ച് ചെയ്യാനുള്ള അവസരവും ഒരുക്കി തന്നു. അങ്ങനെ ബൈബിൾ ആഴത്തിൽ പഠിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഒരു വലിയ ഇൻ്റർനാഷണൽ ബൈബിൾ സ്കോളറായിരുന്നു എൻ്റെ ഗൈഡ്, റെവറൻഡ് ഫാദർ ലെഗ്രാൻഡ്, റെവറൻഡ് ഫാദർ ലൂസിയൻ ലെഗ്രാൻഡ്. ഒരു MEP ഫാദറാണ് അച്ഛൻ. അച്ഛൻ്റെ ഗൈഡൻസിൽ ബൈബിൾ നന്നായി പഠിച്ചു. ഞാൻ
1998 ഡോക്ടറേറ്റ് പൂർത്തിയാക്കി. 98 ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷം സിസ്റ്റേഴ്സിനും അൽമായർക്കുമായിട്ട് ഒരു ദൈവശാസ്ത്ര പഠന കേന്ദ്രം ആരംഭിക്കണം, എങ്ങനെ വ്യക്തികളെ ആഴമായ ദൈവാനുഭവത്തിലേക്ക് നയിക്കണം, അതിനായിട്ടുള്ള പരിശീലനം എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം കർത്താവ് തന്നെ പറഞ്ഞു തന്ന് അങ്ങനെയാണ് ഈ ധ്യാന കേന്ദ്രം ഇവിടെ ഈ സെൻറ്റർ മാർ ഇവാനിയോസ് മിസിയോളജിക്കൽ തിയോളജിക്കൽ സെൻറ്റർ ഇത് 1998 ആരംഭിച്ചതാണ്. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വഴിയൊരുക്കിയതനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ അവിടുന്ന് തന്നെ അവസരങ്ങളും ഒരുക്കി. അങ്ങനെ 1998 മുതൽ ഇന്നു വരെ ദൈവവചനവും ദൈവശാസ്ത്രവും സിസ്റ്റേഴ്സിനെയും ആൽമായരെയും പഠിപ്പിക്കുന്ന ശുശ്രൂഷയിലാണ് ഞാൻ സിസ്റ്ററായിട്ട് 33 വർഷമായി. എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, തിയോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദങ്ങളും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും ഭാരതീയ ഉപനിഷത്തുകളും തമ്മിലുള്ള താരതമ്യ പഠനമായ എ ന്യൂ പാരഡൈം ഫോർ ഇവാഞ്ചലൈസേഷൻ ഇൻ ദി ലൈറ്റ് ഓഫ് മിഷൻ ഇൻ ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ആൻഡ് ഏർലി ഉപനിഷത്ത് എന്ന വിഷയത്തിൽ ബാംഗ്ലൂർ സെന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും ഡോക്ടറേറ്റും സിസ്റ്റർ നമിത കരസ്ഥമാക്കി. കഴിഞ്ഞ 26 വർഷമായി ഈ പഠിപ്പിക്കലിൻ്റെ രംഗത്താണ്. ഈ 26 വർഷത്തിനകം ബൈബിൾ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ സമ്പൂർണ്ണ ബൈബിൾ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഞാൻ പഠിപ്പിച്ചു കാണും. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെ, കുറേ നാൾ അൽമായർക്കും. അങ്ങനെ ആധ്യാത്മിക ദൈവശാസ്ത്രവും ധ്യാനപരമായ ജീവിതവും ദൈവവചന ധ്യാനം, ഇതൊക്കെയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ. ധ്യാനിക്കാനുള്ള ക്ലാസ്സുകൾ കൊടുക്കും. നിരവധി പുസ്തകങ്ങളും ഞാൻ എഴുതി, ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് നിരവധി പുസ്തകങ്ങൾ എഴുതി. ഇപ്പോഴും അവസാനത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ദൈവം നയിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ആധ്യാത്മിക ദൈവശാസ്ത്ര പ്രബോധനങ്ങളിലൂടെയും എന്നെ ദൈവം നയിക്കുന്നത് പ്രധാനമായും ഒരു മിസ്റ്റിക്കൽ കോണ്ടംപ്ലേറ്റീവ് അപ്രോച്ചിലേക്ക്, ഒരു മിസ്റ്റിക്കൽ ധ്യാന സമീപനം. മിസ്റ്റിക്കൽ ധ്യാനമെന്ന് പറയുമ്പോൾ ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ നമ്മെ ഒന്നാക്കി തീർക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നയിക്കുന്ന ധ്യാന മാർഗങ്ങളാണ് തിരുവചനം ധ്യാനിക്കാൻ. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. ഓരോ സന്ദർഭങ്ങളിലും കർത്താവ് വ്യക്തമായ ഉൾക്കാഴ്ച തന്ന് എന്നെ നയിക്കുന്നതാണ്. കഴിഞ്ഞ 33 വർഷങ്ങളായി ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിൽ അംഗമായും കഴിഞ്ഞ 26 വർഷങ്ങളായി നാലാഞ്ചിറയിലുള്ള മാർ ഇവാനിയോസ് ധ്യാനനികേതൻ തിയോളജിക്കൽ സെന്റർ കേന്ദ്രീകരിച്ച് ആധ്യാത്മിക ദൈവശാസ്ത്രവും ധ്യാനപരമായ ജീവിതവും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ ദൈവവചന ധ്യാനവും പഠനവും ക്രമീകരിച്ച് ആത്മായർക്കും സന്യസ്തർക്കുമായി ധ്യാനങ്ങൾ സംഘടിപ്പിച്ചും ആത്മീക ഗ്രന്ഥരചനയിലും അധ്യാപനത്തിലും സജീവവുമായി സിസ്റ്റർ നമിത തൻ്റെ ജീവിതം തുടരുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഹൃദയത്തിൽ സർവശക്തനായ ദൈവത്തിന്
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് നാം ഇടം കൊടുക്കണം. നമ്മുടെ അന്തരംഗത്തിൽ, അത് ക്രൈസ്തവ ദർശനം മാത്രമല്ല, ഹൈന്ദവ ദർശനത്തിലാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ദൈവത്തെ അന്തർയാമി എന്നാണല്ലോ പറയുന്നത്. അതെ, നമ്മുടെ ഉള്ളം, അന്തരംഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, ദൈവത്തിൻ്റെ അവകാശമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ എത്ര ദിവസം പറഞ്ഞാലും തീരാത്ത വിധം ദൈവവചനം, ദൈവശാസ്ത്രം, മറ്റ് മതങ്ങൾ, ഇതിലെല്ലാത്തിലും കൂടെ ചേർത്തുകൊണ്ട് ഈ ഒരൊറ്റ വിഷയം, ഉള്ളിനുള്ളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം സജീവനായ ദൈവത്തെ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു തുടങ്ങി. അവരെല്ലാവരും ദൈവം നല്ല നിലയിൽ ആയിരിക്കുന്നു. എല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരുന്നു. വിവാഹം കഴിച്ചതും എൻ്റെ ഒരു അനുജത്തി വിവാഹം കഴിക്കാതെ ഇപ്പോഴും ഉണ്ട്, ക്രിസ്തീയ വിശ്വാസത്തിലാണ്. കുടുംബം നന്നായി, എല്ലാവരും കുടുംബത്തിൽ നന്നായി മുന്നോട്ട് പോകുന്നു. എന്നെ സംബന്ധിച്ച് 33 വർഷം സന്യാസം ജീവിച്ചു. 26 വർഷത്തിൽ അധികം ഈ വചനം പഠിപ്പിക്കുന്ന, ധ്യാനിപ്പിക്കുന്ന രംഗത്താണ്. ഇത്രയുമായിട്ടും സന്യാസം ജീവിച്ച് കൊതി തീർന്നില്ല. വചനം പങ്കുവച്ച് ദൈവമക്കളെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കാൻ പങ്കുവച്ച് കൊതി തീർന്നില്ല. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ത്രിയേക ദൈവത്തിന് വാസസ്ഥലമൊരുക്കണം. എല്ലാവരും ദൈവത്തിൽ ഒന്ന് ചേരണം. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു ഒറ്റ കൂട്ടായ്മയായിട്ട് യേശുതമ്പുരാൻ പഠിപ്പിച്ചിട്ട് കടന്നുപോയ ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗവും ഭൂമിയും ഒന്നാകണം. ദൈവ തിരുഹിതം നിറവേറണം. മാത്രമല്ല, എല്ലാ മുട്ടുകളും യേശു തമ്പുരാൻ്റെ മുന്നിൽ മടങ്ങുമെന്ന് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ മുതൽ ദൈവം ശപഥപൂർവം പറഞ്ഞിട്ടുള്ളതാണ്. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ഏറ്റുപറയും യേശു മാത്രം കർത്താവെന്ന്. യേശു തമ്പുരാൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിൽ സകലരും അവനിൽ ഒന്നു ചേരാനിടയാകണം. ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ സ്വപ്നം. അതിനുവേണ്ടി എല്ലാവരും യേശുവിൽ ഒന്നു ചേരാൻ, ഈ ഒരു അനുഭവത്തിലേക്ക് സകലരും കടന്നു വരാൻ തമ്പുരാൻ്റെ വചനധ്യാനവും പരിശുദ്ധ കുർബാനയുമാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഈ കുർബാനയിലൂടെയും വചനത്തിലൂടെയും ലോകത്തെ മുഴുവനും യേശുവിൽ ഏകീകരിക്കാൻ ഇടയാകണം. അങ്ങനെ ഒരിടയനും ഒരാട്ടിൻ പറ്റവുമാകണം. യേശു തമ്പുരാൻ്റെ നാമത്തിനു മുമ്പിൽ സകലരും ഒന്നു ചേരണം. ഇതിനു വേണ്ടി ഇനിയും ആരോഗ്യം കുറവാണെങ്കിലും എന്തുമാത്രം ശുശ്രൂഷ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നോ അതെല്ലാം പൂർത്തിയാക്കാൻ, എൻ്റെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കാൻ, അതിനോട് ബന്ധപ്പെട്ട ശുശ്രൂഷയിലാണ് ഞാനിപ്പോൾ. ദൈവം നൽകിയ അനവധി ശുശ്രൂഷകളിലൂടെ, ദൈവം വിളിച്ച വഴിയിലൂടെ, ദൈവവിളിക്ക് അനുസരിച്ച് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്തെന്ന് മനസ്സിലാക്കി വചനം പഠിച്ചും പഠിപ്പിച്ചും ഇനിയും കൊതി തീരാത്ത സന്യസ്ത ജീവിതത്തിൻ്റെ മാധുര്യം ക്രിസ്തുവിൽ പൂർണ്ണമായി നുകർന്ന് സിസ്റ്റർ നമിത തൻ്റെ ജീവിതം തുടരുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തട്ടെ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. അവിടുത്തെ തിരുരാജ്യം വരട്ടെ. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ യേശു തമ്പുരാനിലൂടെ ദൈവം നിർവഹിച്ച രക്ഷാകര കർമ്മത്തിൽ നമുക്കും പങ്കുചേരാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ
ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ജീവിച്ച് ദൈവിക പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നാലാഞ്ചിറ ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹാംഗം സിസ്റ്റർ നമിത SICയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദൈവവിളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.